തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെള്ളറടയിൽ അത്യാസന്ന നിലയിലുള്ള രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ 108 ആംബുലൻസ് വിട്ടു നൽകിയില്ല. രോഗി മരിച്ചു. വെള്ളറട സ്വദേശിനി ആൻസിയാണ് മരിച്ചത്. പനിയെ തുടർന്ന് വെള്ളറടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ആൻസിയുടെ നില വഷളാവുകയായിരുന്നു. ഏകദേശം 2 മണിക്കൂറോളം 108 വിളിച്ചപ്പോൾ അവർ പറഞ്ഞത്, ആദ്യം പറഞ്ഞു 108 ഇല്ല, സർവീസ് ഇല്ല എന്ന് പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു 1/2 കിലോമീറ്ററിനുള്ളിൽ തന്നെ 108 ഉണ്ടല്ലോ, CHCയിൽ 108 ഉണ്ട്, അവിടെയാണ് പാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ തിരക്കിയിട്ട് വിളിക്കാൻ വേണമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു അത് കുരിശുമല ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യൽ സർവീസാണ് സർക്കാരിൻ്റെ, അപ്പോൾ ആ ആംബുലൻസ് വിട്ടുതരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ വെള്ളറടയിൽ ആംബുലൻസ് വിടണ്ട, പാറശാല ആംബുലൻസ് ഉണ്ടല്ലോ അത് വിട്ടുതരാൻ പറഞ്ഞു. പാറശാലത്തെ ആംബുലൻസും വെള്ളറടയിലെ ആംബുലൻസും 2 സ്പെഷ്യൽ ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു തിരുവനന്തപുരം ജില്ലയിൽ ഏതെങ്കിലും ഒരു 108 ഉണ്ടാവും, ഒരെണ്ണം വിട്ടുതരാൻ ഏതെങ്കിലും ഉണ്ടാവും, ഒരു മണിക്കൂറിനുള്ളിൽ എങ്ങാനും നിങ്ങൾക്കൊന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല, എല്ലാ ആംബുലൻസും ഓട്ടത്തിലാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചു. അവർ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. കോള് വെച്ചു. അത് കഴിഞ്ഞ് അവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ വിളിച്ചപ്പോഴും ആംബുലൻസ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഉണ്ട്, CHC ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അണ്ടറിലുള്ളതാണ്. ഞാൻ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടെയാണ്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി. സർക്കാർ സർവീസിൽ ഒരു ഡോക്ടറെ വിളിച്ചാലെങ്കിലും ആംബുലൻസ് തരട്ടെ എന്ന് കരുതി അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ നിന്നും ഡോക്ടറെ വിളിച്ചു. പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു സാമൂഹിക പ്രവർത്തകൻ കൊടപ്പനമൂട് ഷാജാൻ എന്നുണ്ട്, പുള്ളിയെ വിളിച്ചിട്ട് പുള്ളി മെഡിക്കൽ കോളേജ് ആയിട്ടൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം വന്ന് കോൾ ചെയ്തു. അപ്പോൾ ഒത്തിരി പേരിങ്ങനെ അവിടുത്തെ നാട്ടുകാരെ അടക്കം എല്ലാവരും ആംബുലൻസിന് വേണ്ടി വിളിച്ചു. അപ്പോൾ ഒരു തരത്തിൽ അവർ ആംബുലൻസ് തരാൻ തയ്യാറല്ല. അപ്പോൾ ആനപ്പാറയിൽ നിന്ന് ചെക്ക് ചെയ്തപ്പോൾ ഷുഗറും ഹൈ ആണെന്ന് പറഞ്ഞു ഡോക്ടർ. അതായത് CHC നിന്ന് ചെക്ക് ചെയ്തപ്പോൾ സർക്കാർ ആശുപത്രിയാണ്. അപ്പോൾ നേരത്തെ തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു 108 അല്ലെങ്കിൽ ഒരു ഓക്സിജൻ ഫെസിലിറ്റി ഉള്ളതിൽ തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. നിർവാഹമില്ലാതെ ഞങ്ങൾ അവിടുത്തെ ഒരു സാധാരണ ആംബുലൻസിന് വിളിച്ചു. ഡോക്ടർ തന്നെ ഡയറക്റ്റ് വിളിച്ചു. അതായത് CHCയിലെ ഡോക്ടർ തന്നെ വിളിച്ചു. ഡോക്ടർ വിളിച്ച ആംബുലൻസ് വന്നപ്പോൾ ആംബുലൻസിനകത്ത് ഓക്സിജൻ ഇല്ല. പിന്നെ ഷാജഹാൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊടപ്പനമൂട് ഷാജഹാൻ, പുള്ളി അവിടെ ഹോസ്പിറ്റലിലെ അവിടെ ഓക്സിജൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിലെ ഒരു ഓക്സിജൻ, അതായത് CHCയിലെ ഒരു ഓക്സിജൻ സിലിണ്ടറാണ് അവർ ആംബുലൻസിനകത്തോട്ട് തന്നത്. അതാണ് സാഹചര്യം. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, വലിയ അനാസ്ഥ ഈ 108 ആംബുലൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് പരാതി. എന്താണ് സംഭവിച്ചത്? ഇവരുടെ വിശദീകരണം കിട്ടിയിട്ടുണ്ടോ? രഞ്ജിത്ത്, 108 ആംബുലൻസ്, ഓക്സിജൻ സൗകര്യമുള്ള 108 ആംബുലൻസ് ഈ അത്യാസന്ന നിലയിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞ നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച, ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച വെള്ളറട സ്വദേശിനിക്ക് നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചതാണ് അവരുടെ ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന വിമർശനമാണ്, പരാതിയാണ് കുടുംബങ്ങളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. പ്രധാനമായി ഇന്ന് ഈ കുരിശുമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് 108 ആംബുലൻസുകൾ, അതായത് ഓക്സിജൻ സൗകര്യമുള്ള 108 ആംബുലൻസുകൾ അവർക്ക് വേണ്ടി തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അത് രോഗികൾക്ക് വിട്ടു നിൽക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ അധികൃതർ എത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ അത്യാസന്ന നിലയിൽ എത്തിച്ച ഈ വീട്ടമ്മയെ പിന്നീട് അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മറ്റൊരു ആംബുലൻസിൽ കൊണ്ടുപോകുന്നതിനിടയിലാണ് അവരുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ എത്തിച്ചാണ് മരണം സ്ഥിരീകരിച്ചത്. എന്തായാലും ഈ ജീവൻ നഷ്ടമാകാനുണ്ടായ കാരണം ഈ 108 ആംബുലൻസ്, ഓക്സിജൻ സൗകര്യമുള്ള ആംബുലൻസ് വിട്ടുകൊടുക്കാതിരുന്നത് മൂലമുണ്ടായ പ്രശ്നങ്ങളാണ് എന്നൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ രംഗത്തെത്തിയിരിക്കുന്നത്. അത് സംബന്ധിച്ചവർ പരാതി നൽകുമെന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും പരാതിയുമായി ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം.